ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പിറന്നാളാണ് ഇന്ന്. ഭാഷാടിസ്ഥാനത്തിൽ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത്. സാഹിത്യം, കല, സംഗീതം, നാടകം, ശാസ്ത്രം എന്നിവയിൽ കേരളം ലോകത്തിന് വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമൃദ്ധിയുടെയും മണ്ണായ ഈ കേരളം ഇന്ന് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. കേരള പിറവി ദിനത്തിൽ കേരള കലാരൂപങ്ങളെയും മതമൈത്രിയെ വിളിച്ചോതുന്ന നൃത്തരൂപങ്ങളെയും കേരളക്കരയിലെ ജ്ഞാനപീഠ ജേതാക്കളെയും ഫാൽക്കെ അവാർഡ് ജേതാക്കളെയും കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ മുഖ്യമന്ത്രിയെയും നമുക്കിന്നിവിടെ പരിചയപ്പെടാം. കലകളുടെ കേദാരമായ മലയാള നാട്ടിലെ ചില കലാരൂപങ്ങൾ നമുക്ക് ആസ്വദിക്കാം. കഥകളി. കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചിട്ടാണ് കഥകളി രൂപീകരിച്ചത്. പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവ പ്രധാനപ്പെട്ട കഥകളി വേഷങ്ങളാണ്. ഒരു കാലത്ത് വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ക്ലാസിക് കലാരൂപം ഇന്ന് ലോകപ്രസിദ്ധി കൈവരിച്ചിരിക്കുന്നു. മാധവ ജയ ശൗരേ മാധവ ജയ ശൗരേ മഹാത്മൻ മാധവ ജയ ശൗരേ മഹാത്മൻ മാധവ ജയ ശൗരേ മഹാത്മൻ മാധവ ജയ ശൗരേ മാധവ മുരഹര മകര കൃതിധര മാധവ മുരഹര മകര കൃതിധര. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ, പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ഒരു ജനകീയ കലാരൂപമാണ് തുള്ളൽ. സാധാരണക്കാരൻ്റെ കഥകളി എന്നും ഓട്ടൻ തുള്ളലിനെ അറിയപ്പെടുന്നു. കേരളത്തിന്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. മാനസികമായ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ആന്തരിക സമാധാനം നൽകാനും ഇത് സഹായിക്കുന്നു.
കേരളത്തിൻ്റെ തനത് നൃത്തലാസ്യ കലാരൂപമാണ് മോഹിനിയാട്ടം. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. കേരള സംസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന നൃത്തരൂപമാണ് മാർഗംകളി. AD 52 കേരളം സന്ദർശിച്ച തോമാസ് ലീഹയുടെ ജീവിതവും മിഷണറി പ്രവർത്തനങ്ങളുമാണ് മാർഗംകളിയിലെ പ്രധാന ഇതിവൃത്തം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രസിദ്ധമായ കലാരൂപമാണ് ഒപ്പന. വിവാഹ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘനൃത്തമാണിത്. ലളിതമായ ചുവടുകളും വ്യത്യസ്ത താളത്തിലുള്ള കൈകൊട്ടലുമാണ് ഒപ്പനയുടെ സവിശേഷത. കല്യാണമേ പറത്ത് നടന്നെത്തി മനക്കുള്ള
കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. കൈകൊട്ടിക്കളി, കുമ്മിക്കളി എന്നീ പേരുകളിലും ഈ കലാരൂപം അറിയപ്പെടുന്നു. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തിന്റെ മാറ്റുകൂട്ടുന്നതും തിരുവാതിരക്കളിയാണ്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തിരുവിതാംകൂർ രാജഭരണവും അമൂല്യമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അവരിൽ തന്നെ നാഴികക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള രാജാക്കന്മാരെ ഒന്ന് പരിചയപ്പെടാം. മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന പ്രശസ്തി ആർജിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതും മാർത്താണ്ഡവർമ്മയാണ്. കേരള ചരിത്രത്തിൽ ജന്മിമേധാവിത്വത്തിന്റെ അന്ത്യത്തെയും തിരുവിതാംകൂറിൽ ആധുനിക യുഗത്തിന്റെ പിറവിയെയുമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം കുറിക്കുന്നത്. ഡച്ചുകാർക്കെതിരെ അദ്ദേഹം നടത്തിയ യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ശ്രീ പത്മനാഭന്റെ ഭക്തനായിരുന്ന അദ്ദേഹം 1750 തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച ചരിത്ര സംഭവമാണ് തൃപ്പടിദാനം. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. സ്വാതി തിരുനാൾ 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ പ്രാകൃതമായ ശിക്ഷാരീതികൾ നിർത്തലാക്കിയ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. തിരുവനന്തപുരം മൃഗശാലയ്ക്ക് തുടക്കമിട്ടതും തിരുവനന്തപുരം പ്ലാനറ്റോറിയം, യൂണിവേഴ്സിറ്റി കോളേജ്, ആദ്യ ഗവൺമെന്റ് പ്രസ്, കോടതി തുടങ്ങിയവ സ്ഥാപിച്ചതും സ്വാതി തിരുനാളായിരുന്നു. ആദ്യമായി സെൻസസ് നടന്നത് ഇദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. കേരള സംഗീതത്തിന്റെ ചക്രവർത്തി എന്നും അറിയപ്പെട്ടിരുന്നു. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ നാട്ടുരാജ്യം ഭരിച്ച
അവസാനത്തെ മഹാരാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി. ആധുനിക കേരളത്തിൻ്റെ ശില്പി, തിരുവിതാംകൂറിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ശില്പി, തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നീ പേരുകളിൽ പ്രസിദ്ധനായിരുന്നു ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏഷ്യയിൽ വധശിക്ഷ നിർത്തലാക്കിയ ആദ്യ ഭരണാധികാരി, പ്രായപൂർത്തി വോട്ടവകാശം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി, വിദേശ രാജ്യത്ത് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, പോപ്പിനെ സന്ദർശിച്ച ആദ്യ കേരള ഭരണാധികാരി, പുന്നപ്ര വയലാർ കലാപം അടിച്ചമർത്തിയ ഭരണാധികാരി തുടങ്ങിയ ഖ്യാതി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന് സ്വന്തമായിരുന്നു. അടുത്തതായി നമ്മൾ സ്വീകരിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ നേതാവിനെയല്ല, മറിച്ച് ഒരു വലിയ അറിവിൻ്റെ ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയെയാണ്. EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി എന്നതിലുപരി നിരവധിയായ പുസ്തകങ്ങൾ എഴുതിയ മഹാനായ എഴുത്തുകാരൻ കൂടിയാണ്. ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും നമ്മെ മുന്നോട്ട് നയിച്ച ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അക്ഷരങ്ങളുടെ മായാലോകത്തേക്കാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലെ പരമോന്നതമായ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠം. മലയാള സാഹിത്യത്തെ ഇന്ത്യൻ സാഹിത്യ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ജ്ഞാനപീഠ ജേതാക്കളായ മഹാപ്രതിഭകൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അവരുടെ വാക്കുകൾ നമ്മെ ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും പരസ്പരം സ്നേഹിച്ചും ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ കാട്ടിത്തന്നു. ആദ്യമായി മലയാളത്തിലെ ദാർശനിക കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാകവി G. ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിയിലൂടെയാണ് മലയാള സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം കടന്നു വരുന്നത്. മണ്ണിൻ്റെ മണമുള്ള കഥാകാരൻ, കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തകഴി ശിവശങ്കരപിള്ള കുട്ടനാടിൻ്റെ കഥകളും വിശുദ്ധിയും മലയാള തനിമയും തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം പകർത്തി. കയർ എന്ന മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ നോവലിലൂടെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. അതിരുകാണാത്ത യാത്രയാണെങ്കിലും മധുരമാണെന്നെനിക്കും ഈ ജീവിതം എന്ന് വിളിച്ചു പറഞ്ഞ മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞ് മലയാള സാഹിത്യത്തെ ജ്ഞാനപീഠത്തിന്റെ ഉത്തുംഗ ശൃംഖലയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നിട്ട വഴികളെ, വഴിയോര കാഴ്ചകളെ അതേപോലെ വായനക്കാരിൽ എത്തിക്കാൻ അനശ്വരനായ ഈ സാഹിത്യകാരന് സാധിച്ചു. മലയാള സാഹിത്യത്തെ വിശ്വസാഹിത്യത്തിന്റെ വിതാനങ്ങളിലേക്ക് ഉയർത്തിയ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളും മനോഭാവങ്ങളുമെല്ലാം ആഴത്തിൽ അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത. മലയാള സിനിമയ്ക്കും സാഹിത്യത്തിനും നൽകിയ അതുല്യമായ സംഭാവനകൾക്കാണ് അദ്ദേഹത്തെ തേടി ജ്ഞാനപീഠ പുരസ്കാരം എത്തിയത്. മലയാള ഭാഷ നിലനിൽക്കുവോളം ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള പേരാണ് ONV കുറുപ്പ്. വരികളിലൂടെ സ്വർഗവാതിലുകളാണ് കവി മലയാളികൾക്ക് മുന്നിൽ തുറന്നിട്ടത്. ONV കുറുപ്പിനെ സാഹിത്യരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. കാലാഗ്നിയിൽ പോലും ഭസ്മമായി പോകാത്ത കാവ്യബിംബങ്ങൾ കണ്ണുനീർ തുള്ളികൊണ്ടും ചിരിത്തരികൾ കൊണ്ടും വാർത്തെടുത്ത മലയാളത്തിലെ പ്രിയ കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ വരികൾ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ്. 1969 ഇന്ത്യൻ സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ധുന്തിരാജ് ഗോവിന്ദ് ഭാൽക്കെയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. മലയാള സിനിമയെ ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരിലേക്ക് എത്തിച്ചതിലും യാഥാർത്ഥ്യബോധമുള്ള സിനിമകൾക്ക് പ്രാധാന്യം നൽകി നവമലയാള സിനിമയ്ക്ക് ഒരു പുതിയ വഴിത്തിരിവുണ്ടാക്കുന്നതിലും അടൂർ ഗോപാലകൃഷ്ണൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കേരളത്തിൻ്റെ സാമൂഹിക മാറ്റങ്ങളെയും ചരിത്രത്തെയും പ്രതിഫലിപ്പിക്കുകയും മികച്ച സംവിധായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകളും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. മോഹൻലാൽ മലയാള സിനിമയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഇതിഹാസ നടനാണ്. 1980 സിനിമയിലെത്തിയ അദ്ദേഹത്തിന് 4 പതിറ്റാണ്ടിലധികം നീണ്ട കരിയറിൽ 400-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിലെ മികവ്, വിവിധ ഭാഷകളിലെ സാന്നിധ്യം,
ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തിന് കാരണമാകുന്നു. മോഹൻലാൽ ഒരു സമ്പൂർണ്ണ നടൻ എന്നാണ് അറിയപ്പെടുന്നത്. മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് അരുന്ധതി റോയ്. ഇവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്ക് 1997 ബുക്കർ പുരസ്കാരം ലഭിച്ചു. കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്നാണ് ഇത് മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിലെ കഥാഗതിയും കഥാപാത്രങ്ങളും കഥ നടക്കുന്ന ഇടവുമൊക്കെ തികച്ചും കേരളീയമാണ്. പുതിയ തലമുറയിലെ മലയാളി ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ബെന്യാമിൻ. പ്രവാസിയായി ഇദ്ദേഹം ബഹ്റിനിലാണ് താമസിക്കുന്നത്. സ്വദേശം പത്തനംതിട്ടയിലാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയൽ എന്നാണ്. 2009 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആടുജീവിതം എന്ന ഒറ്റ കൃതിയിലൂടെ അദ്ദേഹം മലയാള സാഹിത്യത്തിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ സാധിച്ചു. മലയാളത്തിൻ്റെ സൗരഭ്യം വീശുന്ന ഒരു നൃത്താവിഷ്കാരത്തോടുകൂടി ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കുകയാണ്.
വർണ്ണാഭമായ ഇന്നത്തെ പരിപാടികൾക്ക് തിരശീല വീഴുകയായി. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ പരിപോഷിപ്പിക്കുന്ന മഹത് വ്യക്തികളെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. നയനാഭിരാമമായ നൃത്തരൂപങ്ങളും ആസ്വദിച്ചു. മലയാളം കേരളത്തിൻ്റെ ആത്മാവായ ഭാഷ, വൈവിധ്യത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ സമ്പന്നമായ ചരിത്രവും സാഹിത്യവും സംസ്കാരവും ലോകമെമ്പാടുമുള്ള മലയാളികളെ അഭിമാനത്തോടെ നയിക്കുന്നു. ഈ ഭാഷയുടെ മഹത്വം നാം വിസ്മരിക്കാതെ പ്രകാശപൂരിതമാക്കുക. നവംബർ 1 കേരള പിറവി ദിനം മാത്രമല്ല, മലയാള ഭാഷാ ദിനം കൂടിയാണ്. ഈ അവസരത്തിൽ മലയാളികളായ നാം ഓരോരുത്തർക്കും മലയാള ദിന പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. മലയാളമാണ് എൻ്റെ ഭാഷ. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. എൻ്റെ ആകാശമാണ്. എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എന്നെ തഴുകുന്ന കാറ്റാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്. കുളിർ വെള്ളമാണ്. എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ തലോടലും തലോടലും ശാസനയുമാണ്. ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ്.